ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ മത്തങ്ങയും പയറും കൊണ്ടിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോകണേ. അതിന് വേണ്ടിയിട്ട് നല്ല 3/4 കപ്പ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് ഒരു 100-150 ഗ്രാം കാണും. ഇതൊന്ന് പ്രഷർ കുക്കറിനകത്ത് ഒന്ന് കഴുകി റെഡിയാക്കിക്കൊണ്ട് വരട്ടെ. ഇത് കഴുകി റെഡിയാക്കി പ്രഷർ 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. കഴുകിക്കൊണ്ടൊന്ന് ചെറുപയറിലില്ലേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനകത്തൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതിൽ കൊള്ളുന്ന ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തിളച്ച് വെളിയിലോട്ട് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിസിൽ വരുമ്പോഴേ വെള്ളം പ്രഷർ വരുമ്പോൾ പുറത്ത് പോകത്തില്ലേ, അതുകൊണ്ടാണ്. ഇവിടെ ഇരിക്കട്ടെ, സ്റ്റവ് കത്തിക്കാം. ഒരു 2 വിസിൽ വരട്ടെ. ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ പയറിൻ്റെ വിസിൽ വരട്ടെ. വേറൊരു സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇന്നൊരു മസാല ഉണ്ടാകണ്ടേ. ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടായ എണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 3/4 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമില്ലേ. പിന്നെ 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ തന്നെ സെയിം അളവേ പെരുംജീരകം ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് വലുതും ചെറുതുമായിട്ടുള്ള 6 പിരിയം മുളക്, പിന്നെ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് ഇട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് കുരുമുളകല്ല മല്ലി. ഇത് 1.5 ടേബിൾ സ്പൂൺ മല്ലിയേ. ഇതിനകത്തോട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളിയും 10-25 സാമ്പാർ ഉള്ളി ഒന്ന് കുറച്ച് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 പിടി തേങ്ങ, ഇതെല്ലാം കൂട്ടൊന്ന് ഭയങ്കരമായിട്ട് ഫ്രൈ ആവണ്ട, എന്നാലും ഒരു ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്തോട്ട് എല്ലാം നല്ല വഴന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കേ. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നോട്ടെ. ഇനി നമ്മൾ ശകലം നേരം ഒന്ന് ഇളക്കിയാൽ മതി. നമ്മുടെ തേങ്ങയെല്ലാം തേങ്ങയും ഉള്ളിയും തക്കാളിയും എല്ലാം റെഡിയായേ. മുളകും എല്ലാം റെഡിയായി. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാതെ ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഇതൊന്ന് മാറ്റി വെക്കാം, തണുത്ത് വെക്കട്ടെ. നമ്മൾ ഇതിൻ്റെ 1 വിസിൽ വന്നിട്ടുണ്ട്. അടുത്ത വിസിലിന് വന്നിട്ട് അണച്ചിടേ. ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ 1/2 കിലോ മത്തങ്ങ കഴുകി വെച്ചേക്കുന്നതാണേ. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ പയറിന് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തേ. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ്,
ശകലം ഉപ്പേ പയറിലിട്ടിട്ടുള്ളേ. ഇതിനകത്ത് ഉപ്പിട്ട് ഇനി ഇതൊന്ന് വേവിക്കാം. നമ്മൾ മസാല റെഡിയാക്കി തണുക്കാൻ വേണ്ടി വെച്ചേക്കേ. ഇതൊന്ന് വേവട്ടെ. പയറ് 2 വിസിൽ വന്നിട്ട് വെച്ചിട്ടുണ്ടേ. നോക്കാം. വേണ്ട, പയറെല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇതൊഴിക്കട്ടെ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒന്ന് വേവട്ടെ. നമ്മൾ മത്തങ്ങ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന മസാലയില്ലേ, ഇതൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ട് അരച്ചുകൊണ്ട്. ഇത് ഞാനിപ്പം ചമ്മന്തിപ്പൊടി പൊടിച്ച മിക്സിയേ. ഇത് നല്ലതുപോലെ അരച്ചെടുത്തോട്ട് വരെ. നല്ല പേസ്റ്റാക്കി, നല്ല പേസ്റ്റായിരിക്കണം. നമ്മുടെ മത്തങ്ങ നോക്കേ. മത്തങ്ങയൊക്കെ നല്ല വെന്ത്. ഇനി ഇതിനകത്തോട്ട് ഞാനിപ്പോൾ അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ, അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. നല്ല തീ തന്നെ കിടക്കുന്നത്. ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന പയറില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇത് കുറേ കൂടെ വെള്ളം വേണം. കാര്യമുണ്ടല്ലേ, ഈ ഇപ്പം അപ്പം പോലായി തീരും വെള്ളം അധികം ഒഴിച്ചില്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ. ഇത് ഇനി കിടന്ന് തിളയ്ക്കട്ടെ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തിളച്ച് വേവട്ടെ. എന്നിട്ടൊന്ന് താളിച്ചിട്ട് കൊടുക്കണേ. നമ്മളെ കറി നോക്കേ, നല്ല മണമുണ്ട്, നല്ലൊരു സ്മെല്ല്. ഇത് ഉപ്പൊന്ന് നോക്കട്ടെ. നല്ല സൂപ്പർ കറിയേ. ഇനി ഇതിനകത്തൊന്ന് താളിച്ചൊഴിക്കേ. പാത്രം ഒന്ന് ചൂടാവട്ടെ. പാത്രത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ, 2-2.5-3 ടേബിൾ സ്പൂണോടടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. വേണ്ട, എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1.5 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തേ. കുഞ്ഞു സ്പൂണായതുകൊണ്ടാണേ. ഇതിലോട്ട് 2 മുളക് മുറിച്ചിട്ട് കൊടുത്തേ. ഗ്യാസ് ഓഫാക്കാം.
ഇത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കവർ ചെയ്ത് കൊടുക്കാം. നമ്മളെ ഗ്യാസ് ഓഫാക്കേ. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കെടുക്കാം. നമ്മുടെ കറി നോക്കേ, 2-3 മിനിറ്റായി. കടുക് വറുത്തിട്ട് ഇളക്കിയില്ല. ഈ പാത്രം ആയതുകൊണ്ട് ഈ ചൂട് ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. നോക്കിയേ, ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും ദോശയ്ക്കും എന്തിൻ്റെ കൂടെയും പറ്റിയാലോ സൂപ്പർ കറിയാണ്. ഓക്കെ, അടിപൊളി കറിയാണ്. ഞാൻ താഴെ എടുത്ത് വെക്കാം. ഓക്കെ, നമ്മളെ കിടിലൻ ടേസ്റ്റോട് കൂടിയ മത്തങ്ങ പയർ കറി. അധികം ഒരു പോനെ തേങ്ങ ആയിരിക്കല്ലേ, ഒരു പിടി തേങ്ങ നമ്മുടെ കൈക്ക് പറ്റുന്ന. ഓക്കെ, ഈ പയറങ്ങ് അധികം അങ്ങ് വെന്ത് കുഴഞ്ഞും പോവല്ലേ. മത്തങ്ങ അതുപോലെ തന്നെ എല്ലാം വേവണം, പക്ഷെ അങ്ങ് കുഴഞ്ഞ് പോകരുത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എൻ്റെ പൊന്നു അമ്മ വിശ്വസിക്കത്തില്ല ഇതിൻ്റെ ടേസ്റ്റ്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചോറിനൊക്കെ നല്ല രസമാണ് ഒഴിച്ച് കഴിക്കാനായിട്ട്, ചപ്പാത്തിക്കൊക്കെ. അപ്പം പയറ് കറി മത്തങ്ങയും പയറും കൂടെ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം